ന്യൂട്ടന്റെ പുസ്തകത്തിന്റെ പേര് പ്രിൻസിപ്പിയ മാത്തമാറ്റിക് ആണ്. മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി. ഇപ്പൊ നാച്ചുറൽ ഫിലോസഫി ആയിരുന്നു ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൈകാര്യം ചെയ്തത്, ഫിലോസഫി അബൌട്ട് നേച്ചർ. അതിനെ മാത്തമാറ്റിക്സിന്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് വിശദീകരിക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത്. മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ്, അങ്ങനല്ലേ പറയല്ലേ. അപ്പോ ഇറ്റ്സ് ഓവറോൾ ഫിലോസഫി. പക്ഷെ ഒരു മോഡേണിറ്റി വന്നതിന് ശേഷം ഫിലോസഫി ഒക്കെ വിശ്വാസികളതായി മാറുകയും സയൻസും മാത്സും ഒക്കെ സെക്യുലർ എന്നൊരു സോക്കോൾ ഇതിനകത്ത് വരികയും ഒരു വിശ്വാസിയായ ആള് സയൻസ് പറയുമ്പോൾ എത്തീസ്റ്റിക് റെലമിലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഹാബേലിൽ ഉണ്ടായി. അത് അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ മതി. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളും അവർക്കൊക്കെ ഫിസിക്സ് പറയാം, അല്ലെങ്കിൽ അവർക്കും പഠിക്കാൻ കഴിയും എന്നൊരു സെൻസിൽ എടുക്കുന്നതിന് പകരം മറ്റൊരു രീതിയിൽ അതിനെ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഓവറോൾ റിയാലിറ്റിയെ കുറിച്ചുള്ള പഠനമാണ് ഫിലോസഫി. അതിലൊരു പോർഷൻ മാത്രമാണ് സയൻസ്. ഇസ്ലാമിലൊരു ഹയറാർക്കി ഓഫ് നോളജ് ഉണ്ട്, ഒണ്ടോളജിക്കൽ ഹയറാർക്കി നമ്മൾ പറയും. ഓവറോൾ റിയാലിറ്റിക്ക് തന്നെ തട്ടുകളായിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചുള്ള നോളജിനും ആ ഒരു ഗ്രേഡ് വരും എന്നാണ് നമ്മളൊക്കെ ഫിലോസഫിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഫിസിക്സ് ആണ് ഏറെക്കുറെ താഴെ വരിക, പിന്നെ ബാക്കി അതിന്റെ മോൾക്ക് ഏറ്റവും ടോപ്പിലാണ് ഇലാഹിയാത്ത് വരിക, തിയോളജി കാര്യങ്ങളൊക്കെ വരിക, അൺകോസ്ഡ് കോസ്, അതിന്റെ അട്രിബ്യൂട്ട്സ്, അതൊക്കെ ഏറ്റവും ടോപ്പ് ലെവൽ നോളജിലാണ് വരിക. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ നേരെ ഇത് ടേൺഡ് അപ്സൈഡ് ഡൗൺ. മോഡേണിറ്റി ഇതിനെ നേരെ മറിച്ചിടുകയും ഫിസിക്സ് ഏറ്റവും ടോപ്പിൽ വരികയും ഫിലോസഫിക്കൽ ടേംസിൽ പറയാന്നുണ്ടെങ്കിൽ അൺകോസ്ഡ് കോസിനെ കുറിച്ചുള്ള അല്ലെ ഫസ്റ്റ് കോസിനെ കുറിച്ചുള്ള നോളജ് ഒക്കെ ഏറ്റവും താഴെ വരികയും ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് ഇപ്പോ കുറച്ചു കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്.